അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല? അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമായി പോണു. അപ്പോൾ ഇത് ഒരു വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത്. നമ്മൾ ഷാലുവിൻ്റെ മുഖത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ല കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആൾ ഒരു ഗൾഫിൽ നിന്നൊരു പെട്ടി കൊടുത്തയച്ചതാണ് കേട്ടോ. അതാണ്. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് പൊട്ടിക്കാണ്. ബാബുകാക്കുണ്ട്, മോനുണ്ട്, ഷാലുണ്ട്, ഞാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിലെന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഈ വൈകുന്നേരത്താണ് ഇത് കിട്ടിയപ്പോൾ ഞാനപ്പോൾ പൊട്ടിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ രാത്രിയിലാണ് ഇതെടുത്ത് പൊട്ടിക്കണത്. അല്ലെങ്കിൽ കടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവില്ലല്ലോ. ഞാൻ പൊട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഷാലു ഞാൻ കീറും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ഇതിന്നൊരു മുട്ടായി പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് എടുത്തിട്ട് ഈ ടീപ്പോയ്മക്ക് ഇങ്ങനെ വെക്കുക. അങ്ങനെ രണ്ടാമത്തത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ എത്ര തോനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പൊലിവല്ലേ. മൂന്നാമത്തെ ഓരോന്ന് തിരഞ്ഞെടുക്കല്ല. മേലെല്ലാം ഓരോ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ട് ഓരോ പാക്കറ്റ് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. മൂന്നാമത്തത് പാൽപ്പൊടിയാണ് കിട്ടിയിരിക്കണത്. അപ്പോൾ ഇത് തരാനൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ ചില വീഡിയോസിലൊക്കെ നമുക്ക് ഓരോ ഗൾഫിൽ നിന്ന് സാധനം കിട്ടുമ്പോഴും, കാരണം ബാബുകാക്ക് കച്ചവടം ചെയ്യണോടുന്നൊക്കെ ചിലവർ മുട്ടായിയൊക്കെ കൊടുത്തായിക്കോട്ടോ, കുട്ടികൾക്ക് കൊടുത്തളാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഷാലു ഓരോന്ന് ഇങ്ങനെ കാട്ടും. ഷാലുവിന് ആര് ഗൾഫിൽ നിന്ന് വന്ന് സാധനം കൊടുത്താലും പറയും, കാരണം എന്നങ്ങൾക്കൊന്ന് പേക്കൂടെ അപ്പം ദുബായിക്കുന്ന നമുക്ക് തോനെ സാധനം കൊണ്ടുവരാലോ എന്ന് പറയട്ടോ. പഠിച്ചോനല്ലേ വലുത്, ഇനി മക്കളൊക്കെ വലുതാവല്ലേ എന്ന് പറയും. ഗൾഫ് എന്ന് പറയുന്നത് വലിയതൊന്നുമില്ല. എന്തായാലും അതങ്ങനെ പോട്ടെ. പിന്നെ ഒരു വെള്ളം കലക്കണ പൊടി കിട്ടിയിട്ടുണ്ട്, ബദവും പരിപ്പ് കിട്ടിയിട്ടുണ്ട്, 6 സോപ്പിൻ്റെ ഒരു പെട്ടിയാണ്, ലെക്സിൻ്റെ സോപ്പാണ് കേട്ടോ. അതിവിടെ വെക്കട്ടെ. പിന്നെ കിട്ടിയിരിക്കണ ഈ കിച്ചൺ ടവൽ കേട്ടോ. ഇത് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. ഇതുണ്ടല്ലോ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, 6-7 കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്, ഞമ്മക്ക് ഇങ്ങനത്തത് ഇല്ല, അതുകൊണ്ട് ഞമ്മക്ക് ഇങ്ങനത്തെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ബീക്കോൻ്റെ ടവല്. പക്ഷേ അത് നമുക്ക് കയ്യിൽ പിടിച്ചാൻ തന്നെ തയ്യില്ല. അതിൽ ഞാൻ ഒന്നേറ്റേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഇതാണ് എടുക്കൽ. എൻ്റെ ക്ലീനിങ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടേബിൾ തുടക്കണവും ജനാല് തുടക്കണതൊക്കെ. പിന്നെ അതാ വലിയൊരു പേസ്റ്റിൻ്റെ കൂട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പേസ്റ്റിൻ്റെ കൂടൊക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ വെക്കുക. അപ്പോൾ ഡീപ്പോയും ഏകദേശം സാധനങ്ങളൊക്കെ ആയിട്ടോ. അപ്പം ഷാലിങ്ങനെ പറയാണ്, നമുക്ക് മുട്ടായി പൊട്ടിച്ചല്ലേ, നമുക്ക് ആദ്യം പൊട്ടിച്ചല്ല വേണ്ടത്, നമ്മൾ ഈ വീഡിയോ എല്ലാതും ഒരു കാണുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ ഇതിൽ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാട്ടോ. എല്ലാതും കാണട്ടെ. പിന്നെ ഒരു ദസ്വിമാല ഉണ്ട്, പിന്നെ ഒരു പൗഡറിൻ്റെ ഒരു ബോഡി സ്പ്രേ, പിന്നെന്താണ് വേറൊരു സ്പ്രേ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പെട്ടി സ്പ്രേ ഉണ്ടല്ലോ ഭയങ്കര മണമാണ് കേട്ടോ. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഷാലുവിന് ഇതൊക്കെ കിട്ടിയപ്പോൾ എന്താ കാട്ടുണ്ടോയെന്ന് അറിയണില്ല. ഓനെ ഞാനിങ്ങനെ അവിടെ പിടിച്ചിരുത്തിയ മാതിരി പിടിച്ചിരുത്തിക്കാണ് കേട്ടോ. ഇവിടുത്തെ അളിയന്മാരൊക്കെ ദുബായിൽ നിന്ന് വന്നാൽ ഈ പറഞ്ഞ മാതിരി സാധനം ഇങ്ങോട്ട് കൊടുന്ന് തരും കേട്ടോ. കൊടുന്ന് തന്നാൽ ഒരു സമാധാനമേ ഉണ്ടാവില്ല. ഞാൻ ഷാലും മോനും ഇവിടെ ഇല്ലെങ്കിൽ ആരെന്ത് തന്നാലും എടുക്കൂല. ഓന് വന്നിട്ട് ഓൻ ചെറിയ കുട്ടിയല്ല, അപ്പോൾ ഓൻ്റെ ഒരു കാട്ടിക്കൂട്ടൽ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഈ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്ത് കിട്ടിയാലും ഓൻ കാട്ടുന്നത് വീഡിയോ എടുക്കും. ഇപ്പം കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു അത്ഭുതമായി. കാരണം വലുതായിട്ട് ഓൻ അതൊന്ന് കാണട്ടെ. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞു പോയതാണല്ലോ, അതൊക്കെ കുട്ടികൾക്ക് ഓർമ്മ വേണമല്ലോ. പിന്നെ ഇതാ ലെസും ഇതുണ്ട്, 2-3 ക്ലിപ്പ് ഉണ്ട്, ഈ ഇറുക്കി പോലത്തെ ക്ലിപ്പ്, പിന്നെ ബണ്ണ്, പിന്നെ ഈ ഉറയിലൊരു സാധനം ഉണ്ട്, അതും പാടെ പൊട്ടിച്ച് നോക്കട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചട്ടെ. ഇത് നല്ല വരിഞ്ഞ് മുറുക്കി സ്പോഞ്ച് കൊണ്ടൊക്കെ വരിഞ്ഞ് മുറുക്കിയൊരു സാധനമാണ്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടോ. അപ്പോൾ അതിലൊരു ജഗ്ഗാണ് കേട്ടോ. അപ്പോൾ ഈ ജഗ്ഗിലും ഉണ്ട് കുറച്ച് സാധനങ്ങളോട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ നെട്ടിട്ട് അത് നെളിങ്ങിക്കണം കേട്ടോ. അതെങ്ങനെ സേഫ്റ്റി ആക്കി കൊടുത്തയച്ചാലും നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ നെളിങ്ങിന്നു. ഇത് കുറച്ച് മുന്നേ കിട്ടിയൊരു സാധനങ്ങളാണ്. 1 മാസമായിട്ട് അയക്കണ്, 1 മാസം 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ പെര കൂടിയിരുന്ന ഉടനെ കിട്ടിയതാണ്. ഇപ്പം നമ്മളോട് ഇതുണ്ട് കേട്ടോ, ഒരു കെറ്റൽ പോലത്തെ ഒരു ജഗ്ഗാണ്. അതിൽ കണ്ടില്ല നിങ്ങൾ സോപ്പൊക്കെ കുത്തി തിരികിയിട്ടുണ്ട് കേട്ടോ. സോപ്പ് ഉണ്ട്, സെൻറ്റ് ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു എന്ന് പറയാലോ. പിന്നെ അതിൽ എന്താ ഒരു ശീലാന്ന് നോക്കുമ്പോൾ ഒരു ടീഷർട്ടാണ് കേട്ടോ. മോനൂന് ഇടാന്ന് പറഞ്ഞാൽ കരുതിങ്ങാണ്ടാവും. മോനൂന് പാകത്തൊരു ടീഷർട്ടാണ്. അപ്പോൾ ഒരു ടീഷർട്ട് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കരുതുകയാണല്ലോ, എല്ലാവർക്കും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, തരാനൊരു മനസ്സ് വേണമല്ലോ. പക്ഷേ എനിക്ക് ഇത് ഗെറ്റിൽ പോലത്തെ ജഗ്ഗ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം നെളിങ്ങിയത് കണ്ടപ്പോൾ. എന്തായാലും വേണ്ടില്ല, ബാബുക്ക് കൊപ്പത്ത് കൊണ്ടുപോയി നേരാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അത്രയും പ്രിയപ്പെട്ട് നമ്മളെ കൈയൊക്കെ കൊടുത്തയച്ചിട്ട് അത് നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങറല്ലേ. അപ്പോൾ ടീഷർട്ട് ഞാനൊന്ന് നിർത്തി കാണിച്ചു തരാം. നമ്മളെ മൂന്നിപ്പോൾ ഇടയിലുണ്ട് കേട്ടോ ആ ടീഷർട്ട്. ഓനക്ക് നല്ല പാകമാണ് ടീഷർട്ട്. പിന്നെ വല്ലാതെ ടൈറ്റിൽ ഇടൂലല്ലോ. അപ്പോൾ ഒരുപാട് സാധനം കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ പറയാം. അപ്പോൾ ഷാനുവിന് ഇതാണ് കഴിഞ്ഞിട്ടുമാണ് ഇത് പൊട്ടിച്ചാൻ. അപ്പോൾ ഇതിൽ സെൻറ്റ് ഇങ്ങനെ എടുത്ത് നോക്കുക, ഏതാ നല്ല സെൻറ്റ്, എനിക്കുമാണ് ഒരു കുപ്പി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ സോകേസിൽ വെച്ച് എല്ലാവർക്കും തേച്ചൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിൽ ഏറ്റവും പറ്റിയത് ആ പെട്ടിയിലുള്ള സ്പ്രേ. ഭയങ്കര മണമാണ് കേട്ടോ. നല്ല മണച്ചാലും പോരാ, വല്ലാത്തൊരു മണമാണ്. ഞാനങ്ങനെ എല്ലാം തുറന്നിട്ട് ഒന്നിങ്ങനെ മേത്തുനിന്നാക്കിങ്ങാണ്ട് നോക്കണുണ്ട്. അപ്പോൾ ശാലുറങ്ങൾ മാത്രം പൂസിയാൽ പോരല്ലോ, ഞങ്ങളൊന്നും മണം നോക്കട്ടെ. എടാ ഇത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് അത് പറ്റൂല. എനിക്ക് അപ്പം ഇത് എല്ലാവർക്കും പൂസിയിട്ട് അതിൻ്റെ മണം എന്താ ഏതാന്നൊക്കെ അറിയണം. കുട്ടിയല്ലേ, ഞാൻ അതങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാതും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നമുക്കിത് തന്നത്, അത് നല്ലൊരു ഉദ്ദേശമായിക്കാരല്ല. ആ ഉദ്ദേശം പഠിച്ചാൽ എത്രയും പെട്ടെന്ന് സാധിപ്പിച്ച് കൊടുക്കട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാട് പാവങ്ങളെ കൈക്ക് കൊടുക്കാൻ ആൾക്ക് സാധിക്കട്ടെ. അതിന് എന്നും ദുആ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പൊട്ടിച്ചത് രാത്രി 10:30 മണിക്കൊന്നും കഴിഞ്ഞേക്കാം. ആ പാപ്പാനോടും മേമാനോടും വരാൻ പറയട്ടെ, അവർക്ക് സർപ്രൈസ് ആയിങ്ങാണ്ട് പറഞ്ഞു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് നാളെ പറഞ്ഞാൽ മതി പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ എൻ്റെ കുടിയേക്ക് വിളിച്ചിട്ട് നാത്തുമാരോടും ഉമ്മാനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. എല്ലാവരോടും പറഞ്ഞാലും എനിക്ക് പൂതി മാറുകയല്ല. അപ്പം എന്നിട്ട് ഓൻ പറഞ്ഞു ഇതിലൊക്കെ പൊട്ടിച്ചണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം പൊട്ടിച്ചാനൊന്നും അയച്ചില്ല. അങ്ങനെ എന്തായാലും വേണ്ടില്ല, മുട്ടായി പൊട്ടിച്ചിട്ട് എല്ലാവരും ഈ 2 തിന്നിട്ടാ കടന്നുറങ്ങി. അങ്ങനെ ടീഷർട്ട് ഒന്ന് പാകം നോക്കും, അവൻ്റെ മുഖത്ത് കണ്ട സന്തോഷം നോക്കി നിങ്ങൾ. അപ്പോൾ മോന് മുന്നിക്ക് വരായ. പിറ്റേ ദിവസം ഞാനിത് അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞേക്കുന്നത് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാമല്ലോ, കൊടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഓരി വെച്ചിക്കട്ടെ. അല്ലെങ്കിൽ ശാലും മോനും വന്നാൽ പിന്നെ ഇനി കാത്ത് നിൽക്കലുണ്ടാവില്ല. പിന്നെ മക്കളെ, ഇന്നലത്തെ വീഡിയോക്കും മിഞ്ഞാന്നത്തെ വീഡിയോക്കും ഒരുപാട് സപ്പോർട്ടില് കമൻറ്റ് കണ്ടതിൻ്റെ മനസ്സ് വല്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ ഇത് കുക്കിംഗ് വീഡിയോ ഇടേ മൈ ലൈഫ് സ്ഥിരമായി ഇടേന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഇനി നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളൂ. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ. അതുവരേക്കും എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.